തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത. മാള കല്ലൂർ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്ത് ജോലി ചെയ്തിരുന്ന എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ചായ കുടിച്ചതിനു ശേഷമാണ് ശാരീരിക ബുദ്ധിമുട്ട് വന്നതെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നതായി മാതാവ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തേക്ക് വരാൻ കാരണം? മാള കല്ലൂർ അമ്പാടം വീട്ടിൽ 27 വയസ്സുള്ള രഞ്ജിത്താണ് ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത്. ഈ മാസം തന്നെ 8-ാം തീയതിയായിരുന്നു രഞ്ജിത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. രഞ്ജിത്ത് എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ നിന്നും ഒരു ചായ കുടിച്ചു. ആ ചായ കുടിക്കുമ്പോൾ തന്നെ രുചി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് രഞ്ജിത്തിന്റെ അമ്മയോട് പറഞ്ഞത്. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുക. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ 8-ാം തീയതി രഞ്ജിത്തിനെ മാളയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അവിടെ നിന്നുമെല്ലാം സ്ഥിതി വഷളായതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇരുവൃക്കകളും രഞ്ജിത്തിന്റെ പ്രവർത്തിക്കാതെ ആയ ഒരു സാഹചര്യം വന്നു. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളാണ് രഞ്ജിത്ത് പ്രകടിപ്പിച്ചത്. ഈ ആശുപത്രിയിൽ വെച്ചാണ് രഞ്ജിത്തിന്റെ അമ്മയോട് ഇത്തരത്തിൽ രഞ്ജിത്ത് പറയുന്നത് ഇങ്ങനെ ചായ കുടിച്ചത് ഒരു രുചി വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ചായ കുടിച്ചതിന് ശേഷമാണ് തനിക്ക് ശാരീരിക അസ്വസ്ഥതകളും തളർച്ചകളും ഒക്കെ വന്നു എന്നുള്ള വിവരം മാതാവിനോട് പറയുകയും അത് പ്രകാരമാണ് മാതാവ് ഇപ്പോൾ ഈ വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുന്നത്. ഇതിനിടെ രഞ്ജിത്തിന് സർക്കാർ PSC വഴി അഡ്വൈസ് മെമ്മോ, ജോലിക്കായുള്ള അഡ്വൈസ് മെമ്മോ വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഫേസ്ബുക്കിൽ റീലെല്ലാം പങ്കുവച്ചിരുന്നു. ഇതിനുശേഷമാണ് ഈ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നത് എന്നുള്ള ഗുരുതര ആരോപണം കൂടിയാണ് ഈ രഞ്ജിത്തിന്റെ മാതാവ് ഉൾപ്പെടെ പറയുന്നത്. ഓഫീസിൽ നിന്നും ചായ കുടിച്ചു, ആ ചായ അല്ലാതെ മറ്റ് മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗവും ഒന്നും തന്നെ രഞ്ജിത്തിനില്ല എന്നും വീട്ടുകാർ പറയുന്നു. അസ്വാഭാവികമായി മറ്റൊന്നും രഞ്ജിത്ത് കഴിച്ചിട്ടില്ല എന്നും വീട്ടുകാർ പറയുന്നു. എന്തായാലും രഞ്ജിത്തിന്റെ പിതാവ് രവിയുടെ പരാതിയിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാള പോലീസ് കേസെടുത്തിട്ടുണ്ട്. രഞ്ജിത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നും നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ പരാതിയും FIR രജിസ്റ്റർ ചെയ്തതെല്ലാം വന്നതോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നിർബന്ധിതമായി കടക്കേണ്ടതുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ നാളെ ഈ പറയുന്ന രഞ്ജിത്തിന്റെ വീട്ടിലെത്തി രഞ്ജിത്തിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്കാണ് എന്താണ് കൃത്യമായ മരണകാരണം അല്ലെങ്കിൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന എന്തെങ്കിലും തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുമോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത വരുത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും പോലീസ് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. കാത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്.